കണ്ണൂരിൽ എടൂർ കാരപ്പറമ്പ് അന്തോണീസ് പുണ്യാളന്റെ ചാപ്പലിനു നേരെ ആക്രമണം. ചാപ്പലിന്റെ കുരിശ് തകർക്കുകയും സമീപത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ വിശ്വാസികൾ ഈ പ്രദേശത്ത് നോമ്പുനാളിലും മറ്റും സജീവമായി പ്രാർത്ഥിക്കുന്ന ഇടമാണ് തകർത്തത്. പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളിൽ നിന്നും രണ്ടുപേരെ സംശയിക്കുന്നു. പ്രതികൾക്കായി വൻ തിരച്ചിൽ തുടങ്ങി. വിശ്വാസികളോട് സമാധാനമായി തുടരാനും നിശബ്ദ പ്രകടനവും ശബ്ദമില്ലാത്ത പ്രതിഷേധങ്ങളും മാത്രമേ പാടുള്ളൂ എന്നും വൈദികർ നിർദ്ദേശം നൽകി. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും ജോർജ് പുളിയാനിക്കാട്ട് സംഭവം കർമ്മ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു. കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള ഒരു എടൂർ കാരാപറമ്പ് എന്ന സ്ഥലത്ത് തൊട്ടടുത്ത ഉള്ള സ്ഥലമാണ് കാരാപറമ്പ്. അവിടെ ഇന്ന് രാവിലെ പള്ളിയിൽ വന്ന കപ്പ്യാരും വൈദികരൊക്കെയാണ് കണ്ടത്. കൽക്കുരിശ് ആ അന്തോണീസ് പുണ്യാളന്റെ ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു. ആ കൽക്കുരിശ് അടിച്ചു തകർത്ത് ഇട്ടിരിക്കുകയാണ്. അത് ഏതോ സാമൂഹ്യ ദ്രോഹികളാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസുകാർ വന്നു. കുർബാനയുടെ ഇടയിൽ ആ കല്ലെല്ലാം എടുത്ത് അവര് മുകളിലേക്ക് പൊക്കി വെച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഞാൻ കുർബാനയ്ക്ക് ശേഷം വൈദികൻ പറഞ്ഞു, വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ശേഷം പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മണിക്കാണ് വൈകുന്നേരത്തെ കുർബാന. രാവിലത്തെ കുർബാന 6:30-ക്കായിരുന്നു. ആ സമയത്ത് വന്നവർക്കെല്ലാം ഇത് കാണുവാൻ സാധിച്ചു. അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു. അതാണ് വാട്സപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാരാണ് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പോലീസ് പറഞ്ഞിട്ടില്ല. CCTV അതിന്റെ പരിസരത്തുള്ള എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. 1-2 പേരെ സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. ആറളം പോലീസ് സ്റ്റേഷനാണ്, പരിധിയിൽപ്പെട്ടതാണ്. അവിടുന്ന് പോലീസുകാർ വന്നു എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പോയിട്ടുണ്ട്. CCTV ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1-2 പേരെ സംശയിക്കുന്നതായി അവർ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. പോലീസുകാരോട് ഇനി അവരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസികളിൽ ഒരു അരക്ഷിതാവസ്ഥയുണ്ടോ? വിശ്വാസികൾക്ക് വിഷമമുണ്ടോ ഈ നോമ്പ് കാലത്ത്? വിശ്വാസികൾക്ക് ഇതൊക്കെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അവരെല്ലാവരും അതിന് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൽക്കുരിശ് തകർത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ കൂടുതൽ ദീർഘായുസ്സോടുകൂടി ജീവിക്കട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഈ നോമ്പ് കാലത്ത് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നപ്പോൾ വിശ്വാസികൾക്കിടയിൽ പ്രാർത്ഥനാ സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമായിരുന്നോ ഈ കൽക്കുരിശിന്റെ അവിടെ വിശ്വാസികൾ സ്ഥിരമായിട്ട് പ്രാർത്ഥനാവശ്യത്തിന് ഉപയോഗിക്കുന്നതായിരുന്നോ? അതെല്ലാ ചൊവ്വാഴ്ചയും അന്തോണീസ് പുണ്യാളന്റെ കുർബാനയ്ക്ക് ശേഷം നൊവേനയുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്നതാണ്. പിന്നെ ദിവ്യകാരുണ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ 5 മണി വരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് അവിടെ പലരും വന്നവിടെ പ്രാർത്ഥിക്കാറുണ്ട്. പല അനുഗ്രഹങ്ങളും ലഭിച്ചവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പല അനുഗ്രഹങ്ങൾ ലഭിച്ചവർ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ ചാപ്പല്. വിശ്വാസികൾ ഇനി എങ്ങനെയുള്ള പ്രതിഷേധമാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞത് എന്ന് ഞാനിവിടെ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരും. 5 മണിയാകുമ്പോൾ വരും. അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം പ്രതിഷേധം ഉണ്ടാകും എന്നോട് പറഞ്ഞു. അതിന്റെ ദൃശ്യങ്ങളോട് നിങ്ങൾ എടുക്കുന്നത് നല്ലതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്ത് പ്രതിഷേധമായിരിക്കും? എങ്ങനെയുള്ള പ്രതിഷേധമായിരിക്കും? പ്രതിഷേധം നമുക്ക് ആത്മീയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശാന്തമായോ അല്ലെ മൂടിക്കെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാൻ സാധ്യതയുള്ളൂ. നാളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടും നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് മൗനം ആയിട്ടുള്ള ജാഥയായിരിക്കാൻ സാധ്യതയാണ് കൂടുതൽ കാണുന്നത്.